അതിലെല്ലാ കാര്യം ഉണ്ടോ എന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളൊക്കെ കമന്റും നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കണ്ട അവരിവിടെ ഇരുന്ന് ഇതെല്ലാം അനുഭവിച്ചിട്ട് പറയണവരാന്ന് നമ്മൾ വിചാരിക്കുന്നു. ശരിക്കും ഞങ്ങളാണ് ഇത് മൊത്തം അനുഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഉമ്മ പറയിപ്പിച്ചാണെന്ന്. ഇത് ഉമ്മയും കൂടി അറിഞ്ഞിട്ടില്ല ആ വീഡിയോ എടുക്കണത്. നമസ്കാരം, വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ അടുത്തിടെയായിട്ട് ഷാജിയുടെ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ എന്നും പുതിയ പുതിയ സംഭവങ്ങളുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ധാരാളം ലൈവുകളും കാര്യങ്ങളും വീഡിയോസും ഒക്കെ ഇതിനെ പറ്റിയിട്ട് വരുന്നുണ്ട്. അടുത്തിടെ വന്നിട്ട് ഷാജിദയാകട്ടെ സ്വന്തം മക്കളെയൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ അവരുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഒരുപാട് ലൈവുകളിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഷാജിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പുള്ളിക്കാരിക്ക് 5 മക്കളാണുള്ളത്. പുള്ളിക്കാരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി. അതിനുശേഷമാണ് ഇവർ ഈ യൂട്യൂബ് ചാനൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 9-10 മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഇവർ ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അവരുടെ ചാനലിൽ പോയി നോക്കിയിട്ട് ഈ ഓൾഡസ്റ്റ് വീഡിയോ ഒക്കെ നോക്കുമ്പോഴേക്ക് ഏതാണ്ട് ഒരു 10 മാസങ്ങൾക്ക് മുമ്പൊക്കെയാണ് ആദ്യത്തെ വീഡിയോ ഇവർ അപ്ലോഡ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോഴൊക്കെ ഇവരുടെ വീഡിയോസിലൊക്കെ നോക്കിയാൽ വളരെ സഭ്യമായിട്ടുള്ള രീതിയിൽ നല്ല സംസ്കാരമുള്ള ഭാഷയിലൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ അന്നൊക്കെ ഇവരുടെ ആ ഒരു സ്ഥിതി കണ്ടിട്ട് ദയ തോന്നി. ധാരാളം പേര് സബ്സ്ക്രൈബേഴ്സായിട്ട് ഇവരുടെ ചാനലിൽ ഉണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഇവരോട് സിമ്പതിയൊക്കെ തോന്നി. ധാരാളം പേര് ഇവരെ സപ്പോർട്ട് ചെയ്യാനും ഉണ്ടായിരുന്നു. പിന്നീട് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അപ്പോൾ പല പ്രശ്നങ്ങൾക്കും ഇടയിലാണ് അടുത്തിടെ ഷാജിദ സ്വന്തം കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവരുടെ സപ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ട് ഒരു വീഡിയോയുമായിട്ട് വന്നത്. പക്ഷേ നമ്മൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷാജിദ സ്വന്തം ഉമ്മ വീട്ടിൽ നിന്നും എന്തോ ഷെഡ്ഡി ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു എന്നുള്ള ആ വീഡിയോ ഒക്കെ പബ്ലിക്കിലോട്ട് കൊണ്ടുവന്നിട്ട് ഉമ്മയെ ചെളിവാരി തേക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു. അതിനെക്കുറിച്ചിട്ട് ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സ്വന്തം ഉമ്മ എന്ത് രീതിയിലും ആകട്ടെ, ഇപ്പോൾ നല്ല ആളായിരിക്കാം അല്ലെങ്കിൽ മോശപ്പെട്ട ഒരാളായിരിക്കാം, പക്ഷേ അങ്ങനെ വീട്ടിനകത്തു നിന്നും ഉള്ള ഈ പ്രൈവറ്റായിട്ടുള്ള വീഡിയോസൊക്കെ പബ്ലിക്കിലേക്ക് കാണിക്കുന്നത് എന്തായാലും അതൊരു ശരിയായിട്ടുള്ള കാര്യമായി തോന്നുന്നില്ല. പിന്നെ ഇതൊക്കെ കൂടാതെ തന്നെ ഷാജിദ വന്നിട്ട് ഈ അയൽക്കാരുമായിട്ടൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉമ്മയുമായിട്ടും ഒക്കെ ഉള്ളതിൻ്റെയും വീഡിയോസ് വന്നിട്ട് ചാനലിൽ ഇട്ടിരുന്നു. അതിൻ്റെയും കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് വരാം. നീ ഉണ്ടാക്ക പുളുത്തി ഉണ്ടാക്കട യൂട്യൂബിൽ പുളുത്തി നീ ഉണ്ടാക്കി കാണിക്കട പുളുത്തി ഇതാണ് ഫാദറിന്റെ മകൻ മുത്തു കള്ളൂടിയൻ കഞ്ചാവടിയെ മുത്തു ഞാനിട്ട വൈറലാവും നീ ഇട്ട വൈറലാവില്ല. കഞ്ചാവടിയെ മുത്തു കള്ളൂടിയ സിനാന് നിന്റെ പെങ്ങന്മാരെ നന്നെങ്കിത്ര ഇല്ല എന്നെ അങ്ങനെ അങ്ങോട്ട് മലിക്കും മൂക്കിൽ വലിക്കണ്ടേ. ഓരോവന്മാരെ എന്നെ ഒന്നും കാട്ടില്ല. ഒരു 10 വയസ്സ് തരില്ല. അതിൽ നിങ്ങൾക്ക് തന്നെ കേൾക്കാൻ സാധിക്കും ഒരു അയൽവാസി പറയുന്നത് സ്വന്തം ഉമ്മാനെ ഷാജിദ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു, അതുപോലെ വളരെ മോശപ്പെട്ട രീതിയിൽ പുള്ളിക്കാരൻ എന്തോ പറയുന്നുമുണ്ട് അതിനിടയ്ക്ക്. ഇതൊക്കെ ഓരോരോ ദിവസവും പല രൂപങ്ങളിലും ഭാവങ്ങളിലുമൊക്കെ ഉള്ള ഓരോരോ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാലും സാഹചര്യങ്ങളാണ് ഒരാളിനെ എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു കാര്യത്തിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അനുകൂല സാഹചര്യങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറിയും മറിഞ്ഞുമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ സാഹചര്യമാണ് ഒരാളെ പരുവപ്പെടുത്തി എടുക്കുന്നത്. ആ ആളെങ്ങനെ പെരുമാറുന്നു, എങ്ങനെ നടക്കുന്നു, സമൂഹത്തിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ തീരുമാനിക്കുന്നൊരു പ്രധാന ഘടകമാണ് ആ ആൾ ജീവിച്ചു വരുന്ന സാഹചര്യം. അപ്പോൾ ഈ വീഡിയോസൊക്കെ എല്ലാ ദിവസവും ഈ കുടുംബത്തിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ പുള്ളിക്കാരി തുറന്ന് തന്നെ ലൈവിൽ ഓപ്പണായിട്ട് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്.
പിന്നെ അടുത്തിടെയാണ് ഈ മക്കളെയും കൂടെ, അതായത് സ്വന്തം നിലപാടുകളെ കുറിച്ചിട്ടും കാര്യങ്ങളെ കുറിച്ചിട്ടുമൊക്കെ പറയുമ്പോഴേക്കും ഷാജിദയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ കുഞ്ഞു മക്കളെ കൂടെ ഈ 5 പേരെയും ഒക്കെ കൊണ്ടുവന്ന് പുള്ളിക്കാരി വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എന്താ പറയാമെന്ന് പറഞ്ഞാൽ കുറേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുണ്ട് ഉമ്മാനെ കുറിച്ചിട്ട്. അവർക്ക് എന്താ ഫുള്ള് കാര്യം നടന്നതെന്ന് ഞങ്ങൾക്കും എൻ്റെ ഉമ്മാക്കും ഈ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. ആ ചെയ്ത ആൾക്കാരുള്ള കാര്യം മൊത്തം ചെയ്യൂല. ഇപ്പൊ ഈ എൻ്റെ ഉമ്മമാൻ്റെ വോയിസ് ഇറങ്ങി, അതിലെല്ലാ കാര്യം ഉണ്ടോ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് കമന്റും നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കണ്ട അവരിവിടെ ഇരുന്ന് ഇതെല്ലാം അനുഭവിച്ചിട്ട് പറയുന്നവരാന്ന് നമ്മൾ വിചാരിക്കുന്നു. ശരിക്കും ഞങ്ങളാണ് ഇത് മൊത്തം അനുഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഉമ്മ പറയിപ്പിച്ചാണെന്ന്, ഇത് ഉമ്മയും കൂടി അറിഞ്ഞിട്ടില്ല. എന്ത് തന്നെ ആയാലും ഈ വലിയവർക്ക് നടുവിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. അതിലോട്ടൊക്കെ ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇവർക്ക് എന്തറിയാം, പറഞ്ഞു കൊടുക്കാൻ പറയുന്നു, അതുപോലെ ഇവർ വന്ന് പറയുന്നു എന്നല്ലാതെ ഇവർക്ക് ഈ വലിയവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട പ്രായമോ പക്വതയോ ഒന്നും ആയിട്ടില്ല. അപ്പോൾ അവർക്ക് അവരുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവരുടെ ഭാവിയെക്കുറിച്ചിട്ട് നോക്കാനും ഒന്നും ഉള്ളൊരു സാഹചര്യം ഇവിടെ അവർക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ വന്ന് പറയുന്നതിന് പകരം ഈ കുഞ്ഞുങ്ങളെ കൂടെ ഇതിലോട്ട് വലിച്ചഴിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ പഠിക്കുന്ന കുട്ടികളായിരിക്കാം, അവർ പഠിക്കുന്ന സ്ഥലത്താകട്ടെ അവരുടെ സഹപാഠികളും ഒക്കെ ഇവരെ വന്നിട്ട് ബുള്ളിങ് ഒക്കെ ഇതൊക്കെ കണ്ടിട്ട് ബുള്ളിങ് ചെയ്യാം, പല രീതിയിലും ഉള്ള കമൻസും ഒക്കെ പറയാം. അതൊക്കെ അവരുടെ ജീവിതത്തെ വളരെയധികം പ്രതികൂലമായിട്ട് ഭാവിക്കും. മാത്രമല്ല ഇവർ നാളെ സമൂഹത്തിന് മുമ്പിലും ഈ പഠിക്കുന്ന സ്ഥലത്തുമൊക്കെ ഇവർ വളരെയധികം കൊച്ചാകാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പരസ്യമായിട്ടൊക്കെ പബ്ലിക്കിലൊക്കെ വരുമ്പോഴേക്കും ഇത് കാണുന്നവരൊക്കെ സ്വാഭാവികമായിട്ടും ഈ കുഞ്ഞുങ്ങളോട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുകയും അവരെയും കൂടി ഇതിൽ വലിച്ചഴിക്കുമ്പോഴേക്കും അവരുടെ ഭാവി തന്നെ നശിച്ചു പോകാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ മാത്രമല്ല പല കുടുംബങ്ങളിലും ഇതുപോലെ വലിയവർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും നിരപരാധികളായിട്ടുള്ള നിസ്സഹായരായ ഒന്നും അറിയാത്ത കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഇതിലോട്ട് വലിച്ചൊഴിക്കുന്നതായിട്ട് കാണാറുണ്ട്. അവർ ഈ വളർന്നു വരുന്ന സാഹചര്യത്തിന് പുറത്തായിരിക്കും അവരുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത്. അവർ നന്നായിട്ട് പഠിച്ചിട്ട് നല്ലൊരു ജോലിയിലും നല്ലൊരു പൊസിഷനിലുമൊക്കെ ജീവിതത്തിൽ എത്തണമെങ്കിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും അവരുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ. കാരണം സദാസമയവും ചുറ്റിലും പ്രശ്നങ്ങൾ, പിന്നെ സ്വന്തം ഉമ്മ വിഷമിക്കുന്നത് കാണുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കും അത് മനസ്സിനെ വല്ലാതെ അങ്ങ് ഒരു ട്രോമ ഇവർ ഫേസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ പാവം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ എന്തൊക്കെ നടന്നാലും ശരി ഈ കുഞ്ഞുങ്ങളെയെങ്കിലും ഇതിൽ നിന്നും ഒഴിവാക്കി മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത് അവർക്കെങ്കിലും ഗുണകരമായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഇതുപോലെ ധാരാളം സ്ഥലങ്ങളിൽ മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർക്കാതെയോ അവരുടെ മനസ്സ് വേദനിക്കും ഇതിലൊക്കെ പെട്ട് അവർ കഷ്ടപ്പെടുന്നതോ അവരുടെ ജീവിതത്തിനെ കുറിച്ചിട്ടോ ഒന്നും ആലോചിക്കാതെ ഇവരുടെ ഭാവി നിർണ്ണയിക്കുന്ന പ്രായത്തിലൂടെയാണ് ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കൊരു സഹായവും അവരെ ഒരു എൻകറേജൊക്കെ ചെയ്തിട്ട് നല്ലൊരു സ്ഥിതിയിൽ കൊണ്ടുപോകുന്നതിന് പകരം ഈ വലിയവർ അവരുടെ സ്വന്തം പ്രശ്നങ്ങളിൽപ്പെട്ട് അതിൽ ഈ കുഞ്ഞുങ്ങളെയും കൂടെ വലിച്ചിഴച്ച് കൊണ്ടുവരുന്നത് കൊണ്ട് വലിയവർക്കോ സ്വസ്ഥത പോകുന്നു, അതിൻ്റെ കൂടെ ഈ കൊച്ചു കുഞ്ഞുങ്ങളും കൂടെ അഫക്റ്റഡ് ആകുന്നു അവരുടെ കുഞ്ഞു മനസ്സുകളും എന്നുള്ളതാണ് വളരെ വിഷമകരമായിട്ടുള്ളൊരു അവസ്ഥയിൽ കൂടിയാണ് ഈ കുഞ്ഞുങ്ങൾ ഇതുപോലെയുള്ള ഈ ഒരു ഇതിൽ മാത്രമല്ല എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ വളർന്നു വരുമ്പോൾ ഇതൊക്കെയാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ഇത് സൈക്കോളജിക്കലി അവരെ വളരെയധികം ബാധിക്കാനിടയുള്ള ഒരു പ്രശ്നമായിട്ട് കരുതിയെങ്കിലും മാതാപിതാക്കൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ കുഞ്ഞുങ്ങളെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നിങ്ങളും ഇതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ കണ്ടു കാണും സമൂഹത്തിൽ നടക്കുന്നതായിട്ട്. നിങ്ങൾക്കിതിനെക്കുറിച്ചിട്ട് എന്ത് തോന്നുന്നു? ഷാജിദ ഇവിടെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതുപോലെ പല സ്ഥലങ്ങളിലും പല ഷാജിദമാരും പല കൊച്ചു കുഞ്ഞുങ്ങളും ഇതുപോലെ അനുഭവിക്കുന്നവരും ഒക്കെ ഉണ്ട്. നിങ്ങൾക്കതിനെക്കുറിച്ചിട്ട് എന്ത് തോന്നുന്നു? അതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.